മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥൻ്റെ മനസ്സ് തകർക്കാനും അതുപോലെ മഞ്ജുവിൻ്റെ പുറകെ നടക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ മാർക്കോ മഞ്ജു പ്രഗ്നൻ്റ് ആണെന്നുള്ള ആ ഒരു നുണ മേഘനാഥനോട് പറയുന്നത്. പക്ഷേ അത് കേട്ടതും മേഘനാഥനക്കാണെങ്കിൽ എങ്ങനെയും ആ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് മഞ്ജുവിനെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത തന്നെയാണ്. അത് മഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ദുർഗയോടും ഉണ്ണിയോടൊക്കെ പറയുന്നത് എനിക്ക് ഭാര്യയുടെ സ്ഥാനത്ത് മഞ്ജുവിനെ അല്ലാതെ വേറെ ആരെയും കാണാൻ പറ്റില്ല എന്നാണ്. പക്ഷേ അവൻ മഞ്ജുവിനെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് കണ്ണൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതേസമയം നമ്മളുടെ കരുണയും ഉണ്ണിയും അതേ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. ഇനിയിപ്പോൾ മഞ്ജുവിന് കുഞ്ഞുങ്ങളുണ്ടായിട്ട് അതിലൊരു കുഞ്ഞിനെ കണ്ണനും മഹാലക്ഷ്മിക്കും അവർ വളർത്താനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം പിന്നെ ആ കുഞ്ഞിനായിരിക്കും. അതുകൊണ്ട് ആ കുഞ്ഞ് ഒരിക്കലും ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ ഉണ്ണിയുടെയും കരുണയുടെയും തീരുമാനം. ഇവരെല്ലാവരും ചേർന്ന് ദുർഗയോട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം ദുർഗയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പിന്നെ ഇവരുടെ നിർബന്ധിച്ചുള്ള പറച്ചലിൽ ദുർഗ അത് സമ്മതിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് സമാധാനപ്പെട്, ഞാൻ നാളെ തന്നെ അവളെ പോയി ഒന്ന് കാണാം. അവളോട് എനിക്ക് പൊറുക്കാനോ ക്ഷമിക്കാനോ ഒന്നും പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ മുമ്പിലൊന്ന് നല്ലതായിട്ട് അഭിനയിക്കാം. അതുപോലെ തന്നെ അവളോടും കൂടി വരാനും പറയാം. അവളിവിടെ കൊണ്ടുവന്ന് നിർത്തിയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളുടെ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. ആ സമയം കരുണ പറയുന്നുണ്ട്, എന്നാൽ അമ്മ നാളെ തന്നെ അവളെ കാണാമ്പോൾ അവളോട് കുറച്ച് സ്നേഹത്തിലൊക്കെ അമ്മ പെരുമാറ്. അവൾ എന്തായാലും അമ്മയെ വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ കുഞ്ഞ് ഉണ്ടാവാൻ പോണേൻ്റെ സന്തോഷത്തിൽ അമ്മ അവളോട് ക്ഷമിച്ചതാണെന്ന് അവൾ വിചാരിച്ചോളും. അമ്മ സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചാൽ അവളും കൂടി വരികയും ചെയ്യും. അവളിവിടെ വന്ന് താമസം തുടങ്ങിയാൽ പിന്നെ നമ്മൾക്ക് അവളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഒട്ടും പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് അതിനുവേണ്ടി തയ്യാറാവണമെന്ന്. ഇതേസമയം ദുർഗ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പാപം തന്നെയാണ്. പക്ഷേ ഒരിക്കലും ആ സാഹറിൻ്റെ കുഞ്ഞ് കമലേശ്വരത്തെ സ്വത്തുക്കൾക്ക് അവകാശിയാവാൻ പാടില്ല. അതുകൊണ്ട് ഞാനിത് എന്തായാലും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയും ഉണ്ണീനെയാണ്. കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട്, മഞ്ജുവിനൊരു കുഞ്ഞ് ജനിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ഈ കുഞ്ഞെന്നല്ല, ഇനി ഒരിക്കലും വേറൊരു കുഞ്ഞ് ജനിക്കാനും പാടില്ല. കമലേശ്വരത്തെ സ്വത്തുക്കളുടെ എല്ലാ അവകാശവും നമ്മളുടെ കുഞ്ഞ് മാത്രമായിരിക്കണം. ഇനി ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിന് ആ കണ്ണേട്ടനും ഏടത്തിയും താലോലിച്ച് ആ സ്വത്തുക്കളെല്ലാം എൻ്റെ കുഞ്ഞിന് കൊടുത്ത് അവരിവിടെ ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കട്ടെ. അത് കേട്ടതും ഉണ്ണി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ കരുണയ്ക്ക് അടുത്തെങ്കിലും കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഈ കുഞ്ഞ് കഴിഞ്ഞാൽ കളഞ്ഞാലും മഞ്ജു മേഘേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് പരിശ്രമിച്ച് നോക്കാന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ കളഞ്ഞാലും മഞ്ജുവിന് വീണ്ടും പ്രഗ്നൻ്റ് ആവാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ആലോചിക്കണേന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല കരുണ, ഇനിയിപ്പോൾ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടാലും മഞ്ജു സാഗറിന് ഉപേക്ഷിച്ച് വരുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. ഒരു കുഞ്ഞ് പോയി എന്ന് വിചാരിച്ച് പിന്നെയും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും മഞ്ജുവിനൊരു കുഞ്ഞുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ കുടുംബത്തിൽ നിൽക്കുമെന്ന് വിചാരിച്ച് ഉണ്ണിയേട്ടൻ ഇരിക്കേണ്ടതാണ്. അത് കേട്ടതും ഉണ്ണിയാണെങ്കിൽ ആകെ പെട്ടല്ലോ എന്നുള്ളൊരു അവസ്ഥയിലാവുന്നുണ്ട്. കാരണം മഞ്ജുവിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും ഇവിടുത്തെ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. പക്ഷേ കരുണയുടെ സംസാരം കേട്ടാൽ മഞ്ജുവിന് കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ണിയെ ഉപേക്ഷിച്ച് കരുണ പോകുന്നത് തന്നെയാണ് ഉണ്ണിക്ക് തോന്നുന്നത്. ഇതേസമയം നമ്മളുടെ സാഹറും മഞ്ജുവൊക്കെ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. എന്തായാലും കണ്ണേട്ടനും ഏടത്തിയും നമ്മുടെ വീട്ടിൽ വന്നല്ലോ. അവർ വന്നത് തന്നെ നീ പ്രഗ്നൻ്റാന്ന് അറിഞ്ഞിട്ടല്ലേ, അത് മാർക്കോയുടെ നുണയായിരുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നല്ലോ. എന്തായാലും അമ്മയും ഉണ്ണിയേട്ടനും കരുണേടത്തിയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവർ വെറുതെ ഇരിക്കുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. ഇനിയിപ്പോൾ ആ മേഘനാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാനായിരിക്കും നോക്കണേ. ആ സമയത്ത് സാഹർ പറയുന്നുണ്ട്, മേഘം മാത്രമല്ല നിൻ്റെ അമ്മയെയും ഉണ്ണീനെയും ആ കരുണേനെയും ഒക്കെ നമ്മൾ ഭയക്കണം. ഒരിക്കലും എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ അവർ ആഗ്രഹിക്കില്ല. നിന്നെ ഇനിയും മേഘന് തിരിച്ചു കൊടുക്കാൻ തന്നെ അമ്മയും മോനും തീരുമാനിച്ചിരിക്കണം. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാൻ അവരെല്ലാവരും ശ്രമിക്കുന്നു. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അതിനിപ്പോൾ എൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ലല്ലോ അവർ നശിപ്പിച്ച് കളയാൻ, അവരെവിടം വരെ പോകുന്നു നമുക്കൊന്ന് നോക്കാം. എന്തായാലും കണ്ണേട്ടനും ഏടത്തി എന്നെ കാണാൻ വന്നല്ലോ, എനിക്കത് മതി, എനിക്ക് സന്തോഷമായിന്ന്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ കരുണ വന്ന് ദുർഗയോട് പറയുന്നുണ്ട്, അമ്മ എത്രയും പെട്ടെന്ന് മഞ്ജുവിൻ്റെ വീട് വരെ പോകുന്നു. ആ സമയത്ത് അത് തന്നെ മോളെ ഞാൻ തീരുമാനിച്ചേക്കണേ, ആ കണ്ണനും മഹാലക്ഷ്മിയും പോകട്ടെ, അതിനുശേഷം ഞാൻ മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ റെഡിയായി വരുന്നുണ്ട്. ദുർഗയെ കണ്ടത് ഞങ്ങളൊന്ന് അമ്പലം വരെ പോവുക എന്ന് പറയണു. ഇവൾക്കല്ലെങ്കിലും ദൈവങ്ങളെ എപ്പോഴും വിളിക്കലല്ലേ പണിയുള്ളൂ, അതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം അനുഭവിക്കുന്നത് ഞങ്ങളല്ലേ, നിങ്ങൾ ഇനിയിപ്പോൾ അമ്പലത്തിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും പോക്കോ, അതിപ്പോൾ ഞങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒരു മര്യാദയ്ക്ക് ഞങ്ങൾ പറഞ്ഞു എന്നുള്ളൂ, നിങ്ങളോടത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. എന്തായാലും താൻ വാടോ എന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്.
അവർ പോയി കഴിഞ്ഞതും കരുണ പറയുന്നുണ്ട് അയാളും അവളും കൂടി ദൈവങ്ങൾക്ക് സൗകര്യം കൊടുക്കാതെ പ്രാർത്ഥിച്ചിട്ടും അയാൾക്ക് ഇതുവരെ കാലിന് ചലനശേഷിയൊന്നും കിട്ടിയില്ല. ഇനി കിട്ടുമെന്നുള്ള പ്രതീക്ഷയും എനിക്കില്ല. എന്തായാലും അമ്മ പോയി മഞ്ജുവിനെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ദുർഗ ഞാൻ പോയി നോക്കട്ടെ, അവൾ വരുമെന്നൊന്നും എനിക്കറിയില്ല. പണ്ടത്തെ മഞ്ജു ആയിരുന്നെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ തന്നെ വന്നേനെ. ഇപ്പോൾ അവളുടെ സ്വഭാവമൊക്കെ ഒരുപാട് മാറിയതുകൊണ്ട് ഞാനൊന്ന് പോയി നോക്കാം, വരാണെങ്കിൽ വരട്ടെ എന്നും പറഞ്ഞ് ദുർഗ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ മഞ്ജു ആണെങ്കിൽ രാവിലെ ടെക്സ്റ്റൈൽസിലേക്ക് പോകാനുള്ള തിരക്കിൽ നിൽക്കുന്ന സമയത്ത് മുറ്റത്തൊരു കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കേട്ടതും മഞ്ജു വിചാരിക്കുന്നത് വീണ്ടും കണ്ണനും മഹാലക്ഷ്മിയും വന്നതായിരിക്കുന്ന. അങ്ങനെ മഞ്ജു വേഗം തന്നെ മുൻവശത്തേക്ക് വരുന്ന സമയത്ത് കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ട് മഞ്ജു ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മളുടെ ദുർഗയാണ്. ദുർഗയുടെ ആ ഒരു വരവ് മഞ്ജു ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം മഞ്ജുവിനെ കാണുമ്പോൾ എപ്പോഴും ശാപവാക്കുകൾ പറയുന്ന ദുർഗ ഒരിക്കലും മഞ്ജുവിനെ തേടി വരുമെന്നുള്ളൊരു പ്രതീക്ഷ മഞ്ജുവിനില്ലായിരുന്നു. എന്നിട്ട് മഞ്ജു എന്താ അമ്മയെന്ന് ചോദിച്ച് ഇറങ്ങി ചെല്ലണ സമയത്ത് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാന്ന് പറയുന്നു. ആ സമയം ഇന്നലെ ശാപം തന്നതൊന്നും പോരാഞ്ഞിട്ട് ഇനിയും ശപിക്കാൻ വേണ്ടി വന്നതാണെന്ന് ചോദിക്കുമ്പം എല്ലാം മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ, നീ ഒരു അമ്മയാവാൻ പോവാന്ന് ഉള്ള സന്തോഷം അറിഞ്ഞിട്ട് ഞാൻ വന്നതാ നിന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ. ആ സമയം മഞ്ജു പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല അമ്മയെന്ന് പറയുമ്പം അതെന്താ നീ അങ്ങനെ പറയണേ, ഞാൻ നിൻ്റെ അമ്മയല്ലേ, നീ അമ്മയാവാൻ പോകുമ്പം നിനക്ക് വേണ്ട പരിചരണങ്ങൾ അതൊക്കെ തരേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ. കാര്യം നിൻ്റെ വിവാഹത്തിലൊന്നും എനിക്ക് ഇഷ്ടമില്ല, സാഗറിനോടും എനിക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷെ നീ എൻ്റെ മകൾ തന്നെയല്ലേ, ഒരമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്ന് നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാനുള്ള കടമ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കാൻ വന്നതാ. എന്തായാലും നീ ഇപ്പോൾ എൻ്റെ കൂടെ കമലേശ്വരത്തേക്ക് വാ, കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന്. ആ സമയത്ത് മഞ്ജു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മ ഇപ്പോൾ എന്നെ ഇവിടെ വന്ന് വിളിക്കണതിൽ എന്തോ ഒരു ചതിയുണ്ട്, എന്നെ സംരക്ഷിക്കാനോ എൻ്റെ കുഞ്ഞിനും എനിക്കും നല്ലത് വരുത്താനൊന്നും അല്ല അമ്മ ഇപ്പം എന്നെ കൊണ്ടുപോകാൻ നോക്കണത്. മിക്കവാറും എൻ്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആ കുഞ്ഞിനെ നശിപ്പിക്കണം എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും. എന്തായാലും അമ്മയുടെ കൂടെ അങ്ങനെ പോകാനൊന്നും പറ്റില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ദുർഗയെ വെറുപ്പിക്കണ്ടെന്ന് കരുതി മഞ്ജു പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സാഗറേട്ടൻ ഇവിടെ ഇല്ലല്ലോ അമ്മേ, സാഗറേട്ടൻ വരട്ടെ, സാഗറേട്ടൻ വന്ന് സാഗറേട്ടനോടും കൂടി സംസാരിച്ചിട്ട് ഞാൻ നാളെ രാവിലെ വരാം, അപ്പോൾ രാവിലെ എന്നെ വിളിക്കാനായിട്ട് അമ്മ വന്നാൽ മതിയെന്ന്. ആ സമയം ദുർഗ പറയുന്നുണ്ട് സ്വന്തം വീട്ടിലേക്ക് വരണേന് അവൻ്റെ അനുവാദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പം അത് അമ്മയുടെ തീരുമാനമല്ലേ, എനിക്ക് എന്തായാലും എൻ്റെ ഭർത്താവിനോട് ചോദിക്കാതെ വരാൻ പറ്റില്ല. എന്തായാലും സാഹറേട്ടനോട് ചോദിച്ചിട്ട് ഞാനൊരു തീരുമാനം പറയാം, അമ്മ കയറിയിരിക്കുക, അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറയുമ്പോൾ ദുർഗയ്ക്ക് അതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ദുർഗ മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ സൽക്കാരം സ്വീകരിക്കാനൊന്നും വന്നതല്ലടി, ആ വൃത്തിവെട്ടവൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് അതിനെ നശിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗത്തിന് വേണ്ടി വന്നതാ. എന്തായാലും ആ വൃത്തിവെട്ടവൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ വളരാൻ ഞാൻ സമ്മതിക്കില്ല. കമലേശ്വരത്തെ പേരക്കിടാവായിട്ട് അങ്ങനെ ഒരു കുഞ്ഞ് വേണ്ട, എൻ്റെ മേഘൻ്റെ കുഞ്ഞ് മാത്രം മതി കമലേശ്വരത്തെ പേരക്കിടാവായിട്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ആലോചിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ലടി, എന്തായാലും ഞാനിപ്പോൾ ഇറങ്ങുക, നാളെ നീ അങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് ദുർഗ പോകുന്നുണ്ട് കേട്ടോ. പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ മഞ്ജു ആലോചിച്ച് നിൽക്കുന്നുണ്ട് അമ്മയുടെ വരവത്ര പന്തിയല്ലല്ലോ എന്നൊക്കെ. പിന്നീട് ദുർഗയാണെങ്കിൽ കാറിൽ കയറി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും അമ്പലത്തിലേക്ക് ചെന്ന് ഇറങ്ങാണ്. ആ സമയത്ത് അവിടെ ആരും ഇല്ലയെന്ന് അറിയാവുന്നതുകൊണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കണ്ണേട്ടൻ വീൽ ചെയറിൽ എടുക്കണ്ട, നടന്നു തന്നെ ദൈവങ്ങളുടെ മുൻപ് വന്ന് പ്രാർത്ഥിക്കാം, കുറേ വർഷങ്ങളായില്ലേ കണ്ണേട്ടൻ നടന്നു വന്ന് ദൈവങ്ങളെ കണ്ടിട്ട്, എന്തായാലും നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മി നടന്നു പോയി അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ട് ദൈവങ്ങളുടെ മുന്നിൽ നിന്ന് കൈകൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇതുവരെ നടന്നിട്ടുണ്ട്, ഇനി ഒരു കുഞ്ഞെന്നുള്ള ആഗ്രഹം കൂടി എത്രയും പെട്ടെന്ന് നീ നിറവേറ്റി തരണേന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരുമേനിയുടെ അടുത്ത് എത്തുമ്പം തിരുമേനി ചോദിക്കുന്നുണ്ട് ആ മോനക്ക് നടക്കാറായോ എന്ന് ചോദിക്കുമ്പം കുഴപ്പമില്ല തിരുമേനി, ഞാനിപ്പോൾ നടന്നു തുടങ്ങി, എന്തായാലും ദൈവങ്ങൾ അനുഗ്രഹിക്കും, ഇനി നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മഞ്ജു ആണെങ്കിൽ സാഗറിനെ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ അമ്മ എന്നെ വിളിക്കാനായിട്ട് വന്നിരുന്നു, എനിക്കും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് കമലേശ്വരത്തേക്ക് ചെല്ലാനാണ് അമ്മ പറഞ്ഞേക്കണേന്ന്. ആ സമയം സാഗർ പറയുന്നുണ്ട് അത് മാർക്കോ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നീ പ്രഗ്നൻ്റാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായാലും നിൻ്റെ അമ്മ നിന്നെ വിളിക്കാൻ വരും, അത് വേറൊന്നിനുമല്ല നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടി എന്തായാലും മാർക്കോ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട് നീ അറിഞ്ഞില്ലേടാ പ്രതാപ, ആ മഞ്ജുവിന് ഒരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണെന്ന്, അതും ആ സാഗറിൻ്റെ, അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണമെന്നും പറഞ്ഞ് കരണമോളും ഉണ്ണിയും ദുർഗയും കൂടി നിൽക്കുന്നുണ്ടെന്ന്. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട് അത് നമുക്ക് വലിയൊരു തിരിച്ചടിയായി പോകും അമ്മേ, മഞ്ജുവിന് ആദ്യം തന്നെ കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ കമലേശ്വരത്തെ സ്വത്തുക്കളുടെ എല്ലാ അവകാശി ആ കുഞ്ഞാവും, പിന്നെ നമ്മൾക്ക് മോൾക്ക് കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനവിടെ രണ്ടാം സ്ഥാനം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഒരു കാരണവശാലും മഞ്ജുവിന് കുഞ്ഞുണ്ടാവരുത്,
ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നമ്മളെന്തായാലും നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ആ മാർക്കോ ഉണ്ടല്ലോ, അവനല്ലേ ഇപ്പോൾ അവരുടെ സംരക്ഷകർ. അതുകൊണ്ട് തന്നെ മഞ്ജുവിനും സാഗറിനും എന്തെങ്കിലും ആപത്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആ മാർക്കോ പിന്നെ നിന്നെ ജീവനോടെ വിടുമെന്ന് വിചാരിച്ചിരിക്കണ്ടടാ പ്രതാപ. അതുകൊണ്ട് നമുക്ക് വേറൊരു മാർഗം നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും ദൈവങ്ങളെ പ്രീതിപ്പെടുത്തൽ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ പോയി ദൈവങ്ങളെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്താമെന്ന്. അങ്ങനെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടി അമ്പലത്തിലേക്ക് പോകാനായിട്ട് കാറി കയറുന്നുണ്ട്. ഇത് കണ്ട മോഹിനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ എങ്ങനെയൊക്കെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയാലും നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ദുഷ്ടതയൊന്നും ദൈവങ്ങൾ നടത്തി തരൂല, നന്മയോട് കൂടിയ ദൈവങ്ങൾ നിൽക്കുള്ളൂ എന്ന്. പിന്നീട് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മി ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു വരണ സമയത്ത് നമ്മളുടെ പ്രതാപൻ്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ കണ്ണനും മഹാലക്ഷ്മിയും അവർ വരുന്നതൊന്നും കാണുന്നില്ല. വേഗം തന്നെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നമ്മളെ ദൈവങ്ങളെ നല്ലോണം തന്നെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തണോടാ പ്രതാപ, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കൂല എന്നും പറഞ്ഞ് അവരിങ്ങനെ മുന്നോട്ട് നടന്നു വരുന്ന സമയത്ത് നമ്മളുടെ കണ്ണൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പം ഈ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടി ഇങ്ങനെ നടന്നു വരുന്നത് കാണുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മളുടെ പ്രതാപൻ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മിയും ഈ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും കാണുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി കണ്ണനോട് ഇതേ അവരെന്നും പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ കണ്ടടോ, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയണു. അതേസമയം തന്നെ നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഇവരുടെ നേരെ ഇങ്ങനെ നോക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. മിക്കവാറും നമ്മളുടെ പ്രതാപൻ കണ്ണനെയും മഹാലക്ഷ്മിനെയും കാണാനൊന്നും സാധ്യതയില്ല. പ്രതാപൻ നോക്കുന്നുണ്ടെങ്കിലും കാണുന്നത് ഇവരൊന്നും ആയിരിക്കില്ല. ഇവർ പെട്ടെന്ന് തന്നെ മാറി നിൽക്കാനൊക്കെയാണ് സാധ്യത. അപ്പോൾ എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.